അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറിനെ ഇറാൻ നശിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ കാണിച്ചു കഴിഞ്ഞു. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും വീഡിയോയ്ക്കകത്ത് തന്നെ മിസൈലുകൾ ഇറാന്റെ കോസ്റ്റ് ലൈനിലേക്ക് ആക്രമിക്കാൻ വേണ്ടി എത്തുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 1,00,000 ടൺ ന്യൂക്ലിയർ പവേർഡ് കാരിയറായിട്ടുള്ള US നേവിയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ ഇറാൻ തകർക്കണമെങ്കിൽ ഇറാന്റെ കെൽപ്പ് എത്രമാത്രം വലുതാണെന്ന് ആലോചിക്കണം. ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത്, ഫോർമൂസ് കടലിടുക്കിൽ ഒരു വാഹിനിയുമായി വന്നിരിക്കുന്ന ശക്തമായ ആക്രമണത്തിനെ ഇറാനെ തകർക്കുമെന്ന ഉദ്ദേശലക്ഷ്യത്തോട് വന്ന USS എബ്രഹാം ലിങ്കണെ തകർത്തുവിട്ടിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ കപ്പൽ ആക്രമിച്ചുകൊണ്ട് മുക്കിത്താഴ്ത്താൻ US ശ്രമിച്ചത്. സബ്മറൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു അത്. ഇതുമായി ബന്ധപ്പെട്ട പ്രൂഫ്, ഔദ്യോഗികമായിട്ടുള്ള വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊന്നും ലഭ്യമല്ല. എന്നാൽ അവകാശവാദം ഉന്നയിക്കുന്നു. ട്രംപ് ഇതിനെക്കുറിച്ച് മൗനവ്രതത്തിലാണ്. അതായത് മറുപടിയൊന്നും പറയുന്നില്ല. അമേരിക്ക ഇതിനെ നിരസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്രായേലിനെയും അമേരിക്കയെയും ഇറാനെ തിരിച്ചടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ നഷ്ടങ്ങൾ US-നും ഇസ്രായേലിനും ഉണ്ടാകും. US ഒരിക്കലും ഇറാനെ തകർത്തുകൊണ്ട് വലിയ വിജയം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അവർ ഏതെങ്കിലും രീതിയിൽ ഇറാനെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ ഇറാൻ US-നെ ഭാഗികമായെങ്കിലും തകർത്തിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയേറെ സന്നാഹത്തോടെ തന്നെയാണ് ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സും നേവിയും ഇറാന്റെ ആർമിയും എയർഫോഴ്സും ശക്തമായി ക്രോഡീകരിച്ചുകൊണ്ട് അതിനെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഖമനേയി കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ റെജീം ചേഞ്ച് ഉണ്ടാകില്ല, അത് സമ്മതിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേൽ വിചാരിച്ചത് ഇറാന്റെ തലവനെ ഇല്ലാതാക്കുന്നതോടുകൂടി അമേരിക്കൻ സഹായത്തോടുകൂടി ഇറാനിൽ ഭരണമാറ്റമുണ്ടാക്കാം. ഇറാനിലെ വലിയ തോതിലുള്ള എണ്ണപ്പാടങ്ങളും ഇറാനിലെ യുറേനിയം എല്ലാം അടിച്ചു മാറ്റാം. ഇതൊക്കെ വെറും പകൽക്കിനാവായി മാറുകയാണ്. ഇറാന്റെ പ്രതിരോധം അത്രയും മികച്ചതാണ്. എബ്രഹാം ലിങ്കൺ എന്ന അവരുടെ ഏറ്റവും അത്യാധുനിക സംവിധാനമുള്ള എയർക്രാഫ്റ്റ് കാരിയർ തകർക്കണമെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടം എത്രത്തോളം ഭയാനകമാണ്.